ഹലോ കുട്ടീസ്, അപ്പോൾ ഇത് നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാനും മേമച്ചി അതുവാണ് ബാക്കിലിരിക്കുന്നത്. അതുവാ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ഈ ടൈമിൽ ട്രാവൽ ചെയ്യാൻ തന്നെ നല്ല രസമാണല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ച് വരുന്ന സമയത്തൊക്കെ ഈ ഒരു കുഞ്ഞ് അമ്പലമായിട്ട് അമ്പലത്തിൽ എന്തോ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക തോന്നിയത് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കേസ് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 4 മണി 4:30 ആയിട്ടുണ്ടെങ്കിൽ ചായ കിട്ടുന്നുണ്ട്. അത് നിർബന്ധമാണ്, പ്രത്യേകിച്ച് എങ്ങനെയൊക്കെയൊക്കെ പോകുമ്പോൾ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് തലവേദനിച്ച് ഒരു പരിവാവേ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ടാട്ടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മായമോളിനെ 6 മണിക്ക് ഹോസ്റ്റലിൽ കയറ്റുന്നതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ നെയ്റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട്. ഒരു കുഞ്ഞു ഹോട്ടലാണ്, അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവർ നടത്തുന്നതെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം നെയ്റോസ്റ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറാട്ടയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അതുവാവയും കണ്ണന് പൊറാട്ടയും ബീഫൊക്കെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ബീഫിലായിരുന്നു എൻ്റെ കണ്ണ്. പിന്നെ അമ്മച്ചിൻ്റെ പൊറാട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്ത് മേടിക്കുമ്പോൾ ഇങ്ങനെ ഹാഫ് ആയിട്ടോ കഴിക്കുക. നെയ്റോസ്റ്റിൻ്റെ പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, എന്നിട്ട് ഒരു പൊറാട്ട എടുത്തിട്ടോ. എന്നിട്ട് കണ്ണിൻ്റെ ബീഫും മുട്ടയൊക്കെ കൂടിയിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം കയറിയ ഷോപ്പിൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. പക്ഷേ ഞാൻ കട്ടൻ ചായ കുടിക്കില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന മാറില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷോപ്പ് കയറി ചായയൊക്കെ മേടിച്ച് അങ്ങനെ ഇവർക്കുള്ളത് വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു 2-3 ചായ. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു പച്ച ലേസ് മേടിച്ചിട്ട്, ലേസല്ല കേട്ടോ, മാക്സ് വിറ്റ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പോരുകയാണ്. അവർ ഞാൻ വീഡിയോ എടുക്കണേന്ന് എന്തൊക്കെയോ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവരിനൊക്കെ കൂട്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 9:45 10 മണിക്കായ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, നമ്മളതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങൾക്ക് അകത്ത് കയറി. മേമയും മാമയും അവരൊക്കെ കണ്ണനൊക്കെ ഇന്നലെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി ഒരു 1 hour കൂടെ അവർക്ക് ട്രാവൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുതന്നെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ അതാ സാരിയൊക്കെ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു പേസ്റ്റൽ കളറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സാരി കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആഡീസിൽ നടക്കാണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സാരിയൊക്കെ നൂർത്തി എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അവർ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയും പാസ്സാക്കി വന്നിട്ടുണ്ട്. മേല് കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്, അത്ര ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ. കണ്ണൊന്ന് അടച്ച് ഞാൻ ഉറങ്ങും, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.